ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവെടുപ്പാണ്. നടിയിൽ കാണിക്കും, വിളവെടുപ്പ് കാണിക്കും, പൂക്കളെ കാണിക്കും. കുറച്ച് പൂക്കൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാൽ ഇവിടെ നിന്നത്. അപ്പോൾ ഇന്ന് വിളവെടുപ്പാണ്. അപ്പോൾ വിളവെടുപ്പ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നിങ്ങൾ എന്നോട് പറയാറുണ്ടല്ലോ, ഞാൻ നടിയിൽ കാണിക്കുമ്പോൾ വിളവെടുപ്പും കാണിക്കണേ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വിളവെടുപ്പ് ഇന്ന് കാണിക്കുന്ന. ഞാൻ വിളവെടുക്കുന്നത് ചേനയാണ്. താമസിക്കുന്ന വീട്ടിലെ സ്ഥലത്തല്ല ചേന ഉള്ളത്, അപ്പുറത്താണ്. അവൻ കുറച്ച് അപ്പുറത്തെ സ്ഥലമുണ്ട്, അവിടെയുള്ളത്. അപ്പം ഞാനിന്ന് ചേന വിളവെടുക്കാൻ പോവുകയാണ്. ചേന വിളവെടുക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ, സമയമാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് സമയമാകുന്നത് വരെ ചേന പറിക്കാണ്ട് നിൽക്കണ്ടല്ലോ. കുറേ ചേന ഉണ്ട്. അപ്പം നമുക്ക് കറിക്ക് വേണമെങ്കിൽ നമ്മൾ പോയി പറിക്കാമല്ലോ. അധികം മൂപ്പെത്തിയാൽ എനിക്ക് ചേന അത്ര രസം കിട്ടൂല. കുറച്ചൊരു മൂപ്പ് കുറവ് തന്നെ എനിക്കിഷ്ടം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചേന നമ്മൾ പറിക്കുന്നത് ആരും ചോദിക്കണ്ടല്ലോ. നമുക്ക് ഇഷ്ടംപോലെ എപ്പം വേണമെങ്കിലും പറിക്കാമല്ലോ, ഫ്രഷായി നമുക്ക് കഴിക്കാം. അപ്പോൾ ചേനക്കൊക്കെ ഇപ്പം എന്താ വില. ഇപ്പം എല്ലാവർക്കും ചേനയും ചേമ്പും ഒക്കെ നടാനുള്ള ഒരു ആവേശം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളവെടുപ്പ് നിങ്ങളെ കാണിക്കുന്നത്. എന്നാൽ വരി, നമുക്ക് ചേന കാണാം, വിളവെടുപ്പ് കാണാം. എൻ്റെ കൂടെ വരും. ഇതാണ് എൻ്റെ ചേന. ചേനൻ്റെ വലിപ്പം നോക്ക്, എന്നേക്കാളും ഇരട്ടിയാ വലിപ്പം. വന്നിട്ടങ്ങ് പോയിന്. ഇതിപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഇത് വിളവെടുക്കാനായിട്ടില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ കൃഷി ചെയ്തിട്ട് വിളവെടുക്കാനാണ സമയം വരെ വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് വിളവെടുത്തതിനോട് എന്താ ഇപ്പോൾ ഒരു കാര്യമുള്ളത്? നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുന്നത്. വിഷരഹിത പച്ചക്കറി അത് തിന്നാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മളിപ്പം തന്നെ അങ്ങ് തുടങ്ങാം. അല്ലെങ്കിൽ മൊത്തത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ കിട്ടൂലല്ലോ. ഇപ്പം അതിൻ്റെ ടൈം ഇത് കഴിയുമ്പോൾ വേറൊന്ന്. അങ്ങനെ ആദ്യം ഇത് വെട്ടിക്കളയട്ടെ കേട്ടോ. നോക്ക് വലിപ്പം, ഇത് നോക്ക്. ഞാനിങ്ങനെ നോക്കണോ ചേനൻ്റെ അടുത്ത് എത്ര ഉണ്ട്, കേങ്ങുണ്ടോ ഒന്നും അറിയില്ല. നോക്കുക. ആദ്യം തന്നെ ഇതങ്ങ് വെട്ടിപ്പോക്കട്ടെ. ഇതാ വെട്ടട്ടെ. ഈ ചേനക്ക് അങ്ങനെ അങ്ങോട്ട് വേണമെന്നില്ലാന്ന് തോന്നുന്നുണ്ട്, വെയിൽ കേട്ടോ. കാരണം നോക്ക്, ഇവിടെ ഒന്നും അങ്ങനെ വെയിലില്ല. പ്ലാവ് ഇതാ ഭയങ്കര ഒരു പ്ലാവ് അടുത്ത് തന്നെ, അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ നട്ട് നോക്കിൻ്റെ ഏലൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു. അത് ഞാൻ കാണിച്ചതാ. ഇത് കറയുണ്ടോയെന്ന് അറിയില്ല. എന്നൊക്കെ നമുക്ക് എന്തിനെങ്കിലും വാഴൻ്റെ മുട്ട ഇട്ട് കൊടുക്കാം. ഇവിടുന്ന് മാറ്റണം. നമുക്ക് തണ്ട് എല്ലാം വെട്ടിയിട്ട് എന്നേക്കാളും വലുപ്പം. ഇവിടെ അങ്ങ് വെട്ടട്ടെ കേട്ടോ. നമ്മൾ സാധാരണ ഒരു ചേന കൊത്തുന്ന ഏത് ടൈമാണെന്നറിയോ? പിന്നെ ഇത് വളർന്ന് ഈ തണ്ടങ്ങോട്ട് ചുവന്ന കളറായി പിന്നെ ഉണങ്ങി അങ്ങോട്ട് താഴെ വീണ് ഒന്നുമില്ലാത്ത സമയത്താണ് ചേന വിളവെടുക്കേണ്ടതെന്ന് അറിയാം. ആ സമയത്ത് വിളവെടുക്കാൻ എനിക്ക് കുറേ ഉണ്ട്. ഇപ്പം നമുക്കിപ്പം തന്നെ അങ്ങ് തുടങ്ങി. നമ്മൾ കൂട്ടാൻ വെക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ നടുന്നത്. അപ്പം അത്രയും സമയം വരെ നിർത്തണ്ടല്ലോ. ഇത് കഴിഞ്ഞ് വേറൊന്ന് പറിക്കണോ? അങ്ങനെയാ. ഇത് ചിലവർ കറി വെക്കുന്നുണ്ട്. ഇതുകൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് ചെത്തിപ്പൊക്കിയിട്ട് ഇതതിൻ്റെ ടൈം തന്നെയാണ് കേട്ടോ. അതാ ഇനി ഉള്ളിലത്തെ എടുത്തിട്ട് തോരൻ വെക്കുന്നത്. കാമ്പ് വെക്കുമല്ലോ, കാമ്പ് വെക്കും പോലെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വേണം ആരും വെക്കുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോളും ഉണ്ടാക്കാം. ഇനി ഞാൻ കൈക്കോട്ടെടുത്ത് കൊത്തട്ടെ കേട്ടോ. മാന്തി എടുക്കണം. ബേജാറുണ്ടോ ഇല്ലേ എന്നുള്ളത്, ഇത്ര ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഇതിന് ഒരു കാര്യമുണ്ട്, ഇത് നിറയെ ചപ്പില കിട്ടീന്, കരിയില ഇഷ്ടം പോലെ കിട്ടീന്. ഇവിടെ അടിച്ചു കൂട്ടിയൊക്കെ അതിൻ്റെ മട്ട അങ്ങിട്ട് മണ്ണിടലിരുന്നു ഞാൻ. അങ്ങനെയാണ് ഇത് ഇത്രയും വണ്ണം വെച്ച് വലിപ്പം വെക്കാൻ കാരണം. ഞാൻ വൃത്തിയാക്കുകയും ചെയ്യും. ഏടി പുല്ലൊന്നും ഞാൻ വെക്കൂല. ആ കപ്പം ഞാൻ നന്നാക്കും. അതൊക്കെ എനിക്ക് ഈസിയാണ്, എളുപ്പമാണ്. പിന്നെ വളം പൈസ കൊടുത്തൊന്നും ഇതിന് വാങ്ങിയില്ല കേട്ടോ. ഈ കരിയില തന്നെയാണ്. മാന്തി നോക്കട്ടെ, പൊട്ടാണ്ട കിട്ടണം. വേര് മേലേക്ക് കാണുന്നുണ്ട്. ഇത് തന്നെ ഒരു ഏലത്തിൻ്റെ ഈ കയ്യൊക്കെ ഒന്ന് വെട്ടി കൊടുക്കട്ടെ. എനിക്ക് ആ ചേന പറിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഏല ഉണ്ടായത് കണ്ടോ? എന്താ കണ്ടില്ലേ?
എന്താ ഇതൊക്കെ ഇല, അതിൻ്റെ ഇടയിൽ ഇല പൂവിട്ടുണ്ട്, മൂപ്പെത്തിയതുണ്ട്, ഉണക്കായതുണ്ട്, എല്ലാം ഉണ്ട്. ചേലം പറിക്കേണ്ടത് ഇങ്ങനെ മണി ഇങ്ങനെ പറിച്ചെടുക്കുകയാണല്ലോ വേണ്ടത്. പക്ഷെ അങ്ങനെ എനിക്കാവൂല. അപ്പം ഇത് മൂപ്പെത്തിയിട്ട് മൊത്തം കൊല വെട്ടാന്ന് വിചാരിച്ചിട്ടാണ്. അത് മൂപ്പെത്തിയില്ല. അതാ ഇത് ഞാൻ വിളവെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെയൊക്കെ ഞാൻ ചാനലിട്ട് നീ തന്നെ കൊത്തിയെടുക്കട്ടെ, നിൽക്കാനുള്ളൊരു സൗകര്യമാക്കിയതാ. മാന്തി ഇവിടെ മഴ ഉണ്ട് കേട്ടോ. ഇന്ന് പെയ്തില്ലാന്നേ ഉള്ളൂ, ഇന്നലെ വരെ മഴയായിരുന്നു. അതുകൊണ്ട് മണ്ണൊക്കെ നല്ല എളുപ്പത്തിൽ കൊത്താൻ കഴിയുന്നുണ്ട്. ഇത് ഇങ്ങനെ മാന്തി എടുക്കട്ടെ. അനക്കല്ല, അനക്കം കിട്ടിയില്ല. നമുക്ക് നട്ടുണ്ടാക്കിയിട്ട് വിളവെടുക്കുന്നത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം. അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ചേന നടാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഒരു കുയ്യും ഇങ്ങോട്ട് കുയ്ക്കുക, അതിൽ നിറയെ കരിയിൽ അതും ഇതും നിറക്കുക. ഞാൻ കൊത്തി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനി ഗ്ലൗസ് ഇടണം, കാരണം മണ്ണിലാണ് കളിക്കുന്നത്. ഇനി ഇതുവരെ കൈക്കോട്ടും കത്തിയും മതിയിരുന്നു. നമ്മൾ ഈ ഗ്ലൗസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടിണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ജീവി കയറിക്കൂടും. നമ്മളവിടെ കൊണ്ടുപോയി വെച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്തെങ്കിലും ജീവി നമ്മളെ കൈക്ക് കടിക്കും. ഇതാദ്യം തന്നെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി മണ്ണ് കളിക്കല്ലേ, അതുകൊണ്ടാണ് കളിച്ച് ഇത് എത്ര ഉണ്ടാവും എന്നറിയില്ല. കാരണം എന്താ തണല വലിപ്പം കണ്ടാൽ ഭയങ്കരമായിട്ട് ഉണ്ടാവണം. അതിൻ്റെ തണ്ട് കണ്ടാൽ മണ്ണ് നല്ല കറുപ്പ് മണ്ണും, അത് കരിയില മാത്രമാണല്ലോ. നോക്കട്ടെ, വെള്ളമെടുത്ത് ഇവിടെ എത്തി. ഇങ്ങനെ മണ്ണ് മാന്തി പൊട്ടാണ്ട് കിട്ടണം. അതാ വലിപ്പുണ്ട്. ഓ കിട്ടി. ഞാനെത്തിയല്ലേ നട്ടത്. അപ്പം അതിൻ്റെ വലിപ്പം വലിയ വ്യവസായമായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന പോലൊന്നും അല്ലല്ലോ. നമ്മൾ കുറച്ച് കപ്പ, കുറച്ച് ചേന, ചേമ്പ് നമ്മളെ വീട്ടാവശ്യത്തിന്. ഇതിൻ്റെ അടിയിലൊക്കെ കൊത്തിപ്പോയോ? ഏതായാലും നല്ല തൂക്കണ്ട്. അടിപൊളിയാ. ഒന്നും കാണുന്നില്ല. അടിപൊളിയാ. ഇവിടുന്ന് ഇടുക്കുന്ന അങ്ങ് മാറിയാട്ടെ. ഇടുക്കുന്നേ ഒന്ന് അങ്ങോട്ട് കൊണ്ടുവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. എന്താ മാഷാ അല്ലാ, നല്ലൊരു ചേന. ഇതെനിക്ക് ഒരാഴ്ചക്കൊന്നുമല്ല. ഈ ചേന മുറിച്ച് വെച്ചാലൊന്നും കേടി വരില്ല. ഫ്രിഡ്ജിൽ വെച്ചോളന്നൊന്നുമില്ല. മണ്ണൊക്കെ ഒന്ന് പോക്കട്ടെ. എങ്ങനെയും പോക്കാം, ഗ്ലൗസ് ഇട്ടത് കൊണ്ട് പേടിക്കാനില്ല. ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും പറയും ഗ്ലൗസ് ഇടണേന്ന് ഓരോരുത്തർ പറയും. അവസാനം ഗ്ലൗസ് വാങ്ങി. വേരുമൊക്കെ ഇവിടെ ചുറ്റുമേ ഞാൻ ഓരോന്ന് നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ട് ചുറ്റും സാധന, വാഴ, ചേമ്പ്, ചേന, കാച്ചിലൊക്കെ കവറിലൊക്കെ നട്ട കാച്ചിലൊക്കെ അത് ഞാൻ മൊത്തം നന്നാക്കിയിട്ട് കാണിച്ചു തരാം. അത് ഇതങ്ങ് വെട്ടിപ്പോക്കട്ടെ. ഇത് നമുക്കിനി വേണ്ടല്ലോ. നോക്കത് ഇതിൻ്റെ വണ്ണോ എന്താ. ഇതൊക്കെ ഇനി വാഴക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നായിട്ട്. ഇത് ഇങ്ങനെ വെട്ടി പോക്കണം വേര്. നമുക്ക് അടുത്ത കൊല്ലം നടാനിപ്പോൾ ഇതൊന്നും പറ്റൂല കേട്ടോ. ഇതൊക്കെ നമുക്ക് കൂട്ടാൻ വെക്കാൻ തന്നെ പറ്റുള്ളൂ. ചേന കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം. ചേന കഴിക്കുന്നത് ഇത്ര നല്ലതെന്നറിയോ. എന്താ മണ്ണ് പോക്കി കഴിയാനായി. ഇനി ഞാൻ ഒന്ന് കഴുകിയിട്ടാണ് ഞങ്ങളെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒന്ന് കണ്ടോളി, കുറച്ചൊന്ന് എങ്ങനായാലും കണ്ടോ പ്ലാസ്റ്റിക് ഒട്ടിക്കൊണ്ടുണ്ടാവും. പ്ലാസ്റ്റിക് ഒട്ടിയ ഭാഗം എന്താ വൃത്തി വലിപ്പം. എന്താ കുറച്ച് കണ്ടോളി, കണ്ടില്ലേ. ഇനി ഞാനിതൊന്ന് നല്ലോണം നന്നാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന്
കൊത്തി എടുത്ത് വെക്കുമ്പോൾ അപ്പം എനിക്കൊരു സങ്കടമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ നല്ല ഉഷാറുള്ള ഭീമൻ ചേനനെ കാണിയിരുന്നു. ഇപ്പോൾ അത് വിളവെടുത്ത് വെക്കുമ്പോൾ എന്തോ പോലെ നോക്ക്. ഞാൻ എങ്ങനെ നട്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ നട്ടത് ഇങ്ങനെ കുയ്യു വെച്ചിട്ട് നമുക്ക് ചേനക്ക് വളരേണ്ടതൊക്കെ ചേനൻ്റെ മേലെയാണ്. മേലെ നിന്നാണ് ഇതിങ്ങനെ വേരും ഇതൊക്കെ പൊടിയുന്നത്, അടിയെന്നല്ല. അപ്പം ഞാൻ അതിൻ്റെ മേലെ നിറയെ കരിയില മൊത്തം കൊണ്ട് കൂട്ടിയിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ട് മണ്ണിട്ടങ്ങ് മൂടി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചുറ്റും ചപ്പാണല്ലോ ഇവിടെ ഉള്ളത്, അതെല്ലാം കൂട്ടിയിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കുകയായിരുന്നു. പിന്നെ മഴ ഒരു 2-3 മാസം തിരിഞ്ഞു നോക്കിയിട്ടേ അല്ലേ, ഇങ്ങോട്ട് മഴത്ത് ഞാൻ പുറത്തിറങ്ങൂല, എനിക്ക് തോട്ടത്തിൽ ഇറങ്ങാൻ മടിയാണ്. അങ്ങനെ ഉണ്ടാക്കിയ ചേന അത്. അതാ ഇനിയുണ്ട് ചേന കാണിച്ചു തരാം. ഒന്ന് കഴിഞ്ഞാൽ എനിക്കിഷ്ടം പോലെ ഉണ്ട് എൻ്റെ ആവശ്യത്തിന്. ഇതാ ഇതും എന്നേക്കാളും വലുപ്പാ. ഇതെനിക്ക് തോന്നുന്നതൊക്കെ ചോരത്തായിട്ടാന്നാ. എന്താ ഞാൻ വെച്ച വാഴ കൊലച്ചിട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ കാണുന്നതാ. അത് കൊലച്ചു, അതിനൊക്കെ ഞാൻ മണ്ണ് കൂട്ടി കൊടുക്കും. തോട്ടം നന്നാക്കിയില്ല, ഓരോരോ പണി കാരണം. എന്താ ഇത് കൊലച്ചു. ഇനി വേറെ കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ അടുത്ത് തന്നെ ഏല ഉണ്ടായത് കണ്ടില്ലേ? എന്താ അവിടെയൊക്കെ ചുറ്റും നിറച്ചുണ്ടായിട്ട് ഒരു ഉണ്ടെന്നേ ഞാൻ വിളവെടുത്തുള്ളൂ. ഇതിനി കുറച്ചും കൂടി അങ്ങ് ആവട്ടെ, ഒന്നും കൂടി കളറ് വരട്ടെ. പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ ഇതൊക്കെ ഉഷാറാ. കണ്ടില്ലേ? ഇത് പിന്നെ ഏലത്തിന് തണൽ ഒരു പ്രശ്നവുമില്ല, അതാ വേണ്ടത്. ചേനക്ക് എനിക്ക് തോന്നുന്നത് കുറച്ച് വെയിൽ വേണമെന്നാണ്. പക്ഷേ ചോലത്തായിട്ടായിരിക്കും ഭയങ്കര വലുപ്പത്തിലോട്ട് പോയത്. അപ്പം ഞാൻ എൻ്റെ എക്സസൈസ് സ്ഥലമാണ്. ഞാൻ രാവിലെ നടക്കുന്നതിന് പകരം പണിയെടുക്കുന്ന സ്ഥലം അവിടെ. ഇതൊക്കെ ഞാൻ കുറച്ച് മിനിറ്റ് വിളവെടുക്കുള്ളൂ. ഇവിടെ ഒക്കെ നന്നാക്കണം, മണ്ണിട്ടി കൊടുക്കണം. ഇവിടെ ഒന്ന് ഇവിടെ ത്തിലുള്ള വഴുതിനേതെന്നറിയോ? ഭീമൻ. ഇത് വേറെ മോഡല്, ഇത് വേറെ മോഡല്. ഇതിലൊക്കെ നിറയെ വിത്തുണ്ട്, പാകി മുളപ്പിക്കാന്ന് വിചാരിച്ച് പറിച്ചെടുക്കുന്ന. തോട്ടത്തിൽ നിങ്ങോട്ട് കൊണ്ടുപോകുന്നു, തോട്ടത്തിൽ നിൽക്കാൻ കഴിയില്ല. ആർന്നും ഇങ്ങോട്ട് പോന്നിട്ട് ഇത് എൻ്റെ ഇങ്ങനെയുള്ള പച്ചക്കറിയൊക്കെ നന്നാക്കുന്നൊരു സ്ഥലം. അത് അകല്ല കേട്ടോ, പുറത്ത്. അതിന് പറ്റിയ സൗകര്യം ചെയ്തു തന്നതാ. അപ്പോൾ ഞാൻ ഇതൊന്നൊന്ന് കഴുകട്ടെ എന്ന് വിചാരിച്ച്. നന്നായിട്ട് കിട്ടീന് കേട്ടോ, മോശമൊന്നുമില്ല. നേരത്തെ വിളവെടുത്താലും നന്നായിട്ട് കിട്ടീന്. ഒന്ന് വൃത്തിയാക്കി കഴുകട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ മൊത്തം കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കഴുകി കഴിഞ്ഞ് ഞാൻ ഈ ചേന നിങ്ങളെ കഴുകി കാണിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചേന വിളവെടുത്തിട്ട് ഞാൻ ചാനലിട്ടവൻ പറഞ്ഞു ആ ചേന ലാസ്റ്റ് ഒന്ന് കഴുകി കാണിച്ചിരുന്നെങ്കിൽ എന്ന്. അപ്പം എനിക്ക് ബോധം വന്നത്, ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ടില്ലേ. അങ്ങനെ ഞാൻ കഴുകിയതാ, നല്ല അടിപൊളി ചേന എനിക്ക് കിട്ടി. ഇക്കൊല്ലത്ത് ആദ്യമായിട്ടാട്ടോ എൻ്റെ വിളവെടുപ്പ്. ചേമ്പ് വിളവെടുക്കാൻ തുടങ്ങി. ചേന ഞങ്ങൾ വിൽപ്പനക്കൊന്നും അല്ലല്ലോ, എൻ്റെ ആവശ്യത്തിന് ഞാൻ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കുന്നതാണല്ലോ, ഒരു അടുക്കളത്തോട്ടമായിട്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല വലുപ്പമുള്ള ചേനയെ ഞാൻ പൈസ കൊടുത്ത് വളം വാങ്ങിയില്ല, പണിക്കാരെ വെച്ച് നട്ടിയില്ല, അതൊന്നും ഒരു മുടക്കുമില്ല ഇതിന്. ഇനി ഇത് ഞാൻ കറി വെക്കും കേട്ടോ. പിന്നെ ഇനി കുറേ കഴിഞ്ഞിട്ടുള്ള വിളവെടുക്കുന്നതാണ് ഞാൻ അടുത്ത കൊല്ലത്തേക്ക് നടാൻ വെക്കുന്നത്. ഇത് നോക്ക്, നല്ല സൂപ്പറായിട്ടുണ്ടായി. നല്ല തൂക്കാട്ടോ. നല്ല അടിയിൽ കുട്ടിയൊക്കെ ഉണ്ടായി, നിറയെ കുട്ടികളൊക്കെ ഉണ്ട് ബാക്കിൽ അതൊക്കെ മുളച്ചിണ്ടായിട്ടുണ്ട്. കഴുകി ഞാൻ തൂക്കി നോക്കട്ടെ കേട്ടോ, കാരണം തൂക്കുന്ന യന്ത്രമൊക്കെ ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ തൂക്കാണ്ടക്കുന്നത് നോക്കട്ടെ എത്ര ഉണ്ട് എന്നുള്ളത്. നമ്മൾ അധ്വാനത്തിൽ എത്ര കിട്ടിയെന്നറിയാം, നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം ചില്ലറല്ലല്ലോ. എന്താ തൂക്കി നോക്കിട്ടോ, എന്താ തൂക്കം എത്ര ഉണ്ട്? 5.25. ഒന്ന് വലുതാക്കിയോ, 5.25 കിലോ ഉണ്ട് അല്ലേ? നമ്മൾ കൃഷി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 5.25 കിലോ ചേന കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു സന്തോഷമുള്ള കാര്യമാണ്. 1 കിലോ ചേനക്ക് കൊടുക്കണോ 80 രൂപ പോലും. ആ 80 രൂപ ഞാൻ അധ്വാനിച്ചിട്ട് ഇപ്പോൾ ഒരു ചേനലിന് എത്ര ഉറുപ്പ്യ കിട്ടി? അത്രയും പൈസ നമുക്ക്
ഉണ്ടായില്ലേ. കാരണം ഇതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ കുറേ മണ്ണ് കൊണ്ട് കുഴിച്ചിട്ട് ഇതങ്ങ് കഷ്ണം പീസ് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ കുറേ കരിയിലിട്ട് മണ്ണിട്ട് കൊടുക്കുക മാത്രമേ ഉള്ളൂ. പണിക്കൂലിയില്ല, ഒരു അധ്വാനവും ഇല്ല. വിത്ത് പിന്നെ നമ്മളെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ കറി വെക്കാൻ എടുത്തെങ്കിലും അടുത്ത ഇനി വിളവെക്കുന്ന പറക്കിതൊക്കെ വെക്കും വെച്ചിട്ട് അടുത്ത കൊല്ലത്തിലേക്ക്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. ഒരു ചേന വിളവെടുത്തിട്ട് എനിക്ക് ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.